കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആദ്യം ഞാൻ ഉണർത്തുകയാണ്. ഇന്നലെല്ലാം ഇന്നലെ ആ ക്ലാസ് വീണ്ടും നമ്മൾ റെക്കോർഡ് ഇവിടെ വെക്കുകയുണ്ടായി. കേട്ടവർക്ക് വീണ്ടും കേൾക്കുമ്പോഴും കേൾക്കാത്തവർക്ക് അതൊക്കെ ഉപകരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ക്ലാസ് കേൾക്കുന്ന സഹോദരിമാർ, ഞാൻ ഇന്നലെ ഉണർത്തിയതുപോലെ എഴുതി വെക്കേണ്ടത് എഴുതി വെക്കാൻ തന്നെ. റെക്കോർഡ് ഉള്ളവർ റെക്കോർഡ് ചെയ്യാം, ഇല്ലാത്തവർ എഴുതി വെക്കാൻ തന്നെ ശ്രമിച്ച് പരമാവധി എല്ലാ ക്ലാസ്സുകളും കേൾക്കണം. ചിലപ്പം മിഞ്ഞാന്ന് പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇന്ന് പറയുമ്പോൾ മിഞ്ഞാന്ന് പറയുന്നത് ഒന്നുകൂടി തിരിയും. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. നമ്മൾ ആകെ ചർച്ച ചെയ്തത് എന്താണ്? രണ്ടു ഹൈള ആകാൻ സാധ്യതയുള്ള രണ്ടു രക്തത്തിൻ്റെ ഇടയിൽ കാണുന്ന ശുദ്ധി. ആദ്യം കണ്ട രക്തവും രണ്ടാമത് കണ്ടതായ രക്തവും രണ്ടും ഹൈളാകുന്ന സന്ദർഭത്തിൽ ഇവിടെ ഇടയിൽ രക്തം കാണാത്ത ദിവസം അതെന്താണ്? നമ്മുടെ ഭാഷയിൽ ശുദ്ധി എന്ന് പറയും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മസ്അലയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ പറയണം? രക്തം കാണാത്ത ദിവസം എന്ന് പറയണം. കാരണം വാസ്തവത്തിൽ ഇത് ശുദ്ധിയുടെ ദിവസമല്ല. മസ്അല പ്രകാരം അതും ഹൈളായ സമയത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം കണ്ട രക്തവും രണ്ടാമത് കണ്ടതായ രക്തവും അതിൻ്റെ ഇടയിൽ രക്തം കാണാത്ത സമയം, ഈ രണ്ടു ഭാഗത്തുള്ള രക്തം ഹൈളാകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ അത് രണ്ടും നിഫാസാകുന്ന അവസരത്തിൽ അതിൻ്റെ ഇടയിൽ രക്തം കാണാത്ത ദിവസങ്ങൾ ഹൈളാകുന്ന അവസരത്തിൽ ഹൈളിൻ്റെ സമയമായി പരിഗണിക്കും. നിഫാസാകുന്ന കോലത്തിൽ നിഫാസിന്റെ സമയമായിട്ടും പരിഗണിക്കും. അപ്പൊ അതിൻ്റെ ഇടയിൽ നോമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈളിന്റെ സമയമായി പരിഗണിച്ചത് കൊണ്ട് ഇടയിൽ നോറ്റ നോമ്പ് അശുദ്ധിയുടെ സമയത്താണ് സംഭവിച്ചത്. ഹൈളിന്റെ സമയമായി പരിഗണിച്ചത് കൊണ്ടും അശുദ്ധിയുടെ സമയത്താണ് ആ നോമ്പ് സംഭവിച്ചത്. അശുദ്ധിയുടെ സമയത്ത് സംഭവിച്ച നോമ്പ് സഹീഹല്ല. അപ്പൊ ആ നോമ്പ് ഖളാ വീട്ടണം. ഇനി ഇവരങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എല്ലാവരും ഒരു രക്തം കാണുമ്പോഴേക്ക് അത് ഹൈളാണെന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. അതിന് ഞാൻ നല്ലൊരു പോയിന്റ് പറയാം. ഒറ്റ പോയിന്റ് എന്ന് പറയുന്നുള്ളൂ. പിന്നെ അതിന്റെ ഉദാഹരണങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പറഞ്ഞ് ആ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ച സംശയവും തീർത്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. നല്ല ശ്രദ്ധിച്ചോളി, ഞാൻ പോയിന്റ് പറയാം. ഒരു സ്ത്രീ എന്ത് ചെയ്തു? 5 ദിവസം രക്തം കണ്ടു. അതെ, മസാലകള് ദിവസങ്ങളുടെ എണ്ണം ചുരുങ്ങുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. ദിവസങ്ങളുടെ എണ്ണം ചുരുങ്ങുന്നതിനനുസരിച്ച് മസാലയിൽ വ്യത്യാസം വരുട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതി വെക്കണം എന്നാണത്. കൂരിയാതെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. ഒരു സ്ത്രീ 5 ദിവസം രക്തം കണ്ടു. പിന്നെ 14 ദിവസം തീരെ രക്തം കണ്ടില്ല. എങ്ങനെ? 5 ദിവസം രക്തം കണ്ടു, 14 ദിവസം തീരെ രക്തം കണ്ടില്ല, വീണ്ടും 3 ദിവസം രക്തം കണ്ടു. ഇവിടെ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഈ വീണ്ടും കണ്ടതായ രക്തം ഒരിക്കലും 3 ദിവസം ഒന്നായിട്ടല്ല, ഈ 14 ദിവസത്തിനു ശേഷം വീണ്ടും കാണാൻ തുടങ്ങിയ രക്തം ഹൈളായി പരിഗണിക്കപ്പെടാൻ പറ്റൂല. 3 ദിവസം ഫുള്ളല്ലോ. ഈ ആദ്യം കാണുന്ന രക്തം എന്തായാലും ഹൈളായി പരിഗണിക്കപ്പെടാൻ പറ്റൂല. എന്തേ കാരണം? നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ രണ്ടാമത് കണ്ട രക്തം ഹൈളായി പരിഗണിക്കണമെങ്കിൽ എന്തു ചെയ്യണം? 15 ദിവസത്തെ ക്യാപ്പ് കിട്ടണം. കാരണം ഷാഫി മദ്ഹബ് പ്രകാരം ഒരു ഹൈള് കഴിഞ്ഞ് അടുത്ത ഹൈൾ ഉണ്ടാവണമെങ്കിൽ ചുരുങ്ങിയത് 15 ദിവസത്തെ ശുദ്ധി കിട്ടണം. ഇവിടെ 5 ദിവസം രക്തം കണ്ടു, ആ രക്തം നിന്നു, ആ പെണ്ണ് കുലിച്ചു ശുദ്ധിയായി. 14 ദിവസം തീരെ രക്തം കണ്ടില്ല. 14 എന്നുള്ളത് ഒരു ഉദാഹരണമാണ്. അത് 13 ആകുമ്പോഴും അങ്ങനെയാണ്, 12 ആകുമ്പോഴും അങ്ങനെയാണ്, 11 ആകുമ്പോഴും വിധി ഇങ്ങനെയാണ്. 10-നേക്കാൾ ചുരുങ്ങുമ്പോൾ ചില നിയമവ്യത്യാസങ്ങൾ വരുന്നുണ്ട്.
അതുകൊണ്ടാണ് ക്ലാസ് ഫുള്ള് കേട്ടാലേ വിഷയം തിരിയുകയുള്ളൂ, അല്ലെങ്കിൽ മസ്അല മാറിപ്പോകും. ഇപ്പൊ ഞാൻ ഒരു ഈ മസ്അല തിരിയാൻ 14 ദിവസം രക്തം കാണാത്തതിന്റെ നിയമം മാത്രമേ പറയുന്നുള്ളൂ. ഇനി അത് 13 ആകുമ്പോൾ എങ്ങനെ, 12 ആകുമ്പോൾ എങ്ങനെ, രക്തം കാണാത്ത ദിവസം 9 ദിവസമാകുമ്പോൾ എങ്ങനെ, അത് വ്യക്തമായി തന്നെ സഹോദരന്മാര് മനസ്സിലാക്കി വെക്കണം. അവനവന്റെ ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് ആവശ്യമുണ്ടാവുമ്പോൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് അവനവന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്, അവർക്ക് അറിയില്ലെങ്കിൽ. അപ്പൊ പറയട്ടെ, 5 ദിവസം രക്തം കണ്ടു, 14 ദിവസം തീരെ രക്തം കണ്ടില്ല. 15-ാമത്തെ ദിവസം, 14 ദിവസം രക്തം കാണാത്തതിനു ശേഷം 15-ാമത്തെ ദിവസം വീണ്ടും രക്തം കാണാൻ തുടങ്ങി. ഈ 15-ാമത്തെ ദിവസം കാണാൻ തുടങ്ങിയ രക്തം ഒരിക്കലും ശാഫിഈ മദ്ഹബ് പ്രകാരം ഹൈളായി തീരുമാനിക്കാൻ പറ്റൂല. എന്റെ കാരണം 15 ദിവസത്തെ ക്യാപ്പ് ശുദ്ധി കിട്ടണം. പൂർണ്ണമായും 15 ദിവസം രക്തം കാണാത്ത ശുദ്ധിയുടെ സമയം കിട്ടിയാലേ രണ്ടാമത് കാണുന്ന രക്തം ഹൈളായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഇവിടെ ഈ കണ്ട 2 രക്തത്തിന്റെ ഇടയിൽ കണ്ട ദിവസം എത്ര ദിവസമേ ഉള്ളൂ? 14 ദിവസമേ ഉള്ളൂ. അപ്പൊ 15-ാമത്തെ ദിവസം കാണുന്ന രക്തം ഹൈള് അല്ല, പിന്നെ എന്തുമല്ല, പ്രസവരക്തമല്ല. അത് നമുക്കെല്ലാവർക്കും അറിയും. കാരണം പ്രസവത്തിന്റെ ഉടനെ പുറപ്പെടുന്ന രക്തമാണല്ലോ പ്രസവരക്തം. അപ്പൊ അത് പ്രസവരക്തവുമല്ല. പിന്നെ അതെന്താകും? ഹൈൾ ഇസ്തിഹാലത്താകും. മനസ്സിലായോ? പക്ഷെ ഈ രണ്ടാമത് കണ്ട 3 ദിവസവും എന്താണ്? ഇസ്തിഹാലത്താണെന്ന് വെക്കാൻ പറ്റുമോ? അത് പറ്റുകയും ഇല്ല. അപ്പൊ ഈ പെണ്ണ് ഇവിടെ എന്തു ചെയ്യണം? ശ്രദ്ധിച്ചോളി മസ്അല. 5 ദിവസം രക്തം കണ്ടു, 14 ദിവസം പിന്നെ തീരെ രക്തം കണ്ടില്ല, പിന്നെ വീണ്ടും 3 ദിവസം രക്തം കണ്ടാൽ 15 ദിവസം പൂർത്തിയാവാൻ ഇനി എത്ര ദിവസത്തെ ക്യാപ്പാണുള്ളത്? നിങ്ങൾക്ക് അറിയുന്നത് തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ക്ലാസ്സിനൊരു ഉത്സാഹം കിട്ടാൻ വേണ്ടി അങ്ങനെ ചോദിക്കുക. വേം പറയും 1 ദിവസം അല്ലേ? എല്ലാം ശ്രദ്ധിക്കണം. കണക്ക് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആർക്ക് ഈ മസ്അല ആവശ്യമുണ്ടോ, ഒരു മദ്രസയുടെ ഉമ്മരം കാണാത്ത ഒരു സഹോദരിക്കും ആ മസ്അല ഇന്ന രൂപത്തിലാണെന്ന് മറ്റൊരു സഹോദരിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ എന്നും കാര്യങ്ങളൊക്കെ ചോദിക്കല്. അപ്പൊ 5 ദിവസം രക്തം കണ്ടു, 14 ദിവസം തീരെ രക്തം കണ്ടില്ല, വീണ്ടും 3 ദിവസം രക്തം കണ്ടു. അപ്പൊ 15-ാമത്തെ ദിവസം കണ്ട രക്തം അത് ഹൈള് അല്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം അത് ഹൈള് അല്ല. കാരണം ഇവിടെ 15 ദിവസത്തെ ശുദ്ധി കിട്ടിയിട്ടില്ല. 14 ദിവസേ രക്തം കാണാത്ത ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഇനി ശുദ്ധിയായി പരിഗണിക്കണമെങ്കിൽ 1 ദിവസത്തെ കമ്മിയുണ്ട്. അപ്പൊ 14 ദിവസത്തിലേക്ക് 15 ദിവസം തികയാൻ ഇനി എത്രയാണ് വേണ്ടത്? 1 ദിവസം. അപ്പോൾ ഈ 3 ദിവസത്തിൽ നിന്ന്, രണ്ടാമത് കണ്ട 3 ദിവസത്തെ രക്തത്തിൽ നിന്ന് 1 ദിവസത്തെ രക്തം എന്തായിട്ട് വെക്കണം? ഇസ്തിഹാലത്തായിട്ട് വെക്കണം. ബാക്കി 2 ദിവസത്തെ രക്തം ഹൈളായിട്ടും വെക്കണം. സഹോദരിമാരെ, ഇതൊക്കെ എന്ത് വേണമെന്നറിയോ? ഇങ്ങനെയൊക്കെ ഇടവിട്ട് രക്തം കാണുന്ന സഹോദരിമാര്, പ്രത്യേകിച്ച് രക്തം തുടങ്ങുന്നതും അവസാനിക്കുന്നതൊക്കെ ഒരു കടലാസിൽ എവിടെങ്കിലും എഴുതി വെക്കണം. നമ്മളൊരു 4-5 ദിവസം രക്തം കണ്ടു നിന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രക്തം കണ്ടു. അപ്പൊ നമുക്ക് ഓർമ്മയില്ല എത്ര ദിവസമാണ് ഇപ്പൊ രക്തം കണ്ട് ഞാൻ എന്നെ കുളിച്ചത്, എന്ന് മുതലാണ് രക്തം കാണാതെ ഇരുന്നത്. ഇപ്പൊ രണ്ടാമത് രക്തം കണ്ടതിന്റെ ഇടയിൽ എത്ര ദിവസത്തെ ക്യാപ്പുണ്ട്? ഈ രണ്ടാമത് കണ്ട രക്തത്തിൽ നിന്ന് എത്ര ദിവസമാണ് ഇസ്തിഹാലത്തായിട്ട് വെക്കേണ്ടത്? ബാക്കി എത്ര ദിവസമാണ് ഹൈളായിട്ട് വെക്കേണ്ടത്? ഇതൊക്കെ ഓർമ്മ വേണം. കാരണം സഹോദരിമാര് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമ്പോ വിചാരിക്കും അതൊക്കെ ഓർമ്മ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ചില സഹോദരിമാർ, ഞാൻ കൂട്ടത്തിലൊരു ഈ ഓർമ്മക്കുറവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ. ഇപ്പൊ ചില സഹോദരിമാരെന്ത് ചെയ്യും?
ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് തിരുമ്പാത്തുക. അപ്പൊ വാഷിംഗ് മെഷീനിലേക്ക് തിരുമ്പാത്താൽ നമ്മൾ വെള്ളം തിരിക്കണമല്ലോ. അപ്പൊ വെള്ളം തിരിച്ചു വെക്കും. എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ ഇത് എഴുതി വെക്കാന്നുള്ളൊരു ബോധങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയും. ഈ വാഷിംഗ് മെഷീനിലേക്ക് വസ്ത്രം ഇട്ടിട്ട് അതിൽ അലക്കാനുള്ള വെള്ളമാകാൻ വേണ്ടി പൈപ്പ് തിരിച്ചവിടെ വെക്കും. എന്നിട്ട് ചില സഹോദരിമാർ ഞാൻ വെള്ളം ആകുമ്പോഴേക്ക് വേറൊരു പണി എടുക്കാച്ചിട്ട് ചിലപ്പം പുറത്തേക്ക് പോരും. പോരുമ്പോൾ ചിന്ത എന്താണെന്നറിയോ? ഈ ആവശ്യമായ വെള്ളം വാഷിംഗ് മെഷീനിൽ ആകുമ്പോഴേക്ക് തിരിച്ചു വരാം. നല്ല ശ്രദ്ധിക്കണം. തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് ടാപ്പ് തുറന്നു വെച്ച് പോയത്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു വരാം. ആ വെള്ളം ആകുന്നതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പണി, അത് വിചാരിച്ചു ഒരു ടാപ്പ് തുറന്നിക്കും. പക്ഷെ ഓലി പോരല് പോകുന്നത് ഈ ടാപ്പ് തുറന്നുവെച്ചത് പോലും മറന്നിട്ടുണ്ടാവും. അപ്പം തന്നെ തിരിച്ച് അല്ലാച്ചിട്ടാണ് ടാപ്പ് തുറന്നു വെച്ചത്. നല്ല ആലോചിച്ച് നോക്കി. ഇതൊരു അനുഭവമല്ലേ? അനുഭവം എല്ലാവരുടെ വീട്ടിലും ഉണ്ടായേക്കാം. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ പിന്നെ കാണാം ഈ വെള്ളം അങ്ങനെ ഒഴുകിപ്പോന്നു. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ വെള്ളം അങ്ങനെ ഒഴുകിപ്പോന്ന്, അതല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം അങ്ങനെ ഒഴുകിപ്പോന്നു. അല്ല, ആ വെള്ളത പോന്ന് ഞാൻ ഇപ്പൊ തന്നെ വരാച്ചിട്ട് പോയതാ, ഞാൻ മറന്നൂന്നായി. ഇപ്പൊ എന്തെങ്ങൾക്ക് മനസ്സിലായി? എന്തെങ്ങൾക്ക് മനസ്സിലായി? ഒരു മിനിറ്റ് കൊണ്ട് മറവി സംഭവിക്കുന്ന ഒരു ടീമാണ് ഈ ടീം. എന്നിട്ട് അപ്പോൾ പിന്നെ 14 ദിവസം കഴിഞ്ഞത് മറക്കാതിരിക്കുക. ഞാനിന്റെ വിഷയക്ക് സമയം വളരെ കുറവാണ്. ഉള്ളത് ഒരു മസാലാണ്ട് തഹ്കീക്കാക്കി തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ നോക്കിയാൽ മറവിയുടെ വിഷയത്തിൽ ഇത്ര മുൻപന്തിയിലാണ് സ്ത്രീകൾ. ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതിന്റെ മുമ്പ് ചെയ്തത് പോലും മറന്നിട്ടുണ്ടാവും. വളരെ വളരെ സ്ത്രീകളുടെ മറവിയുമായി മനസ്സിലാക്കാൻ, എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കാൻ പറ്റാവുന്ന നല്ലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പൈപ്പ് തുറന്നു വെച്ചത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആ തുറന്നു വെച്ച കാര്യം ഓല് മറന്നുപോയി. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കും, ഒരു സ്ത്രീക്ക് 4-5 ദിവസം രക്തം കണ്ടു, അതത് നിന്നു. പക്ഷെ ഈ ഇടക്കും തിരക്കൊക്കെ സ്ത്രീക്ക് പിന്നെയും രക്തം കാണുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ അത് മറന്നു, അതങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ കുറച്ച് ദിവസം കഴിഞ്ഞത് 10 ദിവസം കഴിഞ്ഞിട്ടാണോ 11 ദിവസം കഴിഞ്ഞിട്ടാണോ ഒന്നും ഓർമ്മയില്ല. അപ്പൊ അവരുടെ മസാലകളൊക്കെ ആകെ പേക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുന്ന സഹോദരിമാര് രക്തം നിന്നാല് ഒന്ന് എഴുതി വെക്കുക. ഞാൻ രക്തം അതൊന്നും വേണ്ട. രക്തം കഴിഞ്ഞിട്ട് കുളിച്ചത് ഇന്ന ഈസാണെന്നും കണക്കറായി കുൽക്കല്യാണോ എഴുതാൻ കുത്താനോ മാതിരി എഴുതണ്ട. മുമ്പ് കണക്കറായി കുൽക്കല്യാണം കഴിച്ചു. അത് ആധാരം എഴുതുന്ന ആളേന് ഇത് ഈ പൈസ കൊടുക്കുന്ന ആൾക്കാരുടെ പേര് എഴുതാൻ ഏൽപ്പിച്ചത്. ഈ ആധാരം എഴുതുന്ന ആൾക്കാർ ഒരാളെ അഡ്രസ്സ് എഴുതുമ്പോൾ പൂർണ്ണ വിലാസം എഴുതും. പാലക്കാട് ജില്ലയിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ കൈപ്പുറം ദേശത്ത് ഇന്നാലിന്ന വില്ലേജിൽ ഇത്രാമത്തെ വാർഡിൽ ഇന്നാലിന്ന കോരക്കുട്ടി എന്ന് പറഞ്ഞാൽ ഓല് ഇത് ആധാരത്തിൽ അഡ്രസ്സ് ചെയ്ത്. ഇമാതിരി ഒരു ചങ്ങായിനേന് ചായക്കുഴി നടത്തുന്ന ആൾക്കാരുടെ പേര് എഴുതക്കാം. ഓരോരുത്തരും വന്ന് ചായക്കുഴിക്ക് വരുന്ന ആൾക്കാരുടെ പേരൊക്കെ ഈ കോലത്തിൽ എഴുതി വെച്ച് അവസാനം 10 നോട്ട് ബുക്ക് കഴിഞ്ഞപ്പോഴേക്ക് 5 ആളെ പേര് എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ വിശാലമായി എഴുതിയേക്കണ്ട. ഇന്ന തീയതിയിലാണ് ഞാൻ കൊലിച്ച് ശുദ്ധി, അതൊന്നും വേണ്ട. ഞാൻ കൊലിച്ച് ശുദ്ധിയായ ദിവസം അതവർ എഴുതി വെച്ചു. സമയവും, അല്ലെങ്കിൽ പകലാണെങ്കിൽ പകൽ, രാത്രിയാണെങ്കിൽ രാത്രി. അത് ഉപകാരം ചെയ്യും പല മസ്അലയിലും. അതിൽ സഹോദരിമാര് അവനവന്റെ നോമ്പ് ഇനി മടക്കി കളാഹ് വീട്ടാതിരിക്കാനും അല്ലെങ്കിൽ കളാഹ് വീട്ടാനൊക്കെയും അത് ഉപകരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ 14 ദിവസമാണോ അല്ലെങ്കിൽ 13 ദിവസമാണോ അല്ലെങ്കിൽ 15 ദിവസമാണോ എന്നൊക്കെ അറിയാതെ പോയാൽ രണ്ടാമത് കണ്ട രക്തത്തിന് തീരുമാനം എടുക്കാൻ പ്രയാസമാവും. അതാണ് വിഷയം. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? ഈ ദിവസം ഓർമ്മയില്ലാതെ വന്നാൽ രണ്ടാമത് കണ്ട രക്തം ഹൈളാണോ ഇസ്തിഹാലത്താണോ എന്ന് തീരുമാനത്തിലെത്താൻ പ്രയാസമാവും. ദിവസം ഓർമ്മ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ 5 ദിവസം രക്തം കണ്ടു, 14 ദിവസം പൂർണ്ണമായും രക്തം കണ്ടില്ല, പിന്നെ 15-ാമത്തെ ദിവസം എവിടെന്ന് 15-ാമത്തെ ദിവസം ആദ്യത്തെ രക്തം കണ്ടേടം മുതൽ 15-ാമത്തെ ദിവസമല്ല,
രക്തം നിന്ന് 14 ദിവസം ശുദ്ധിയായിട്ടുള്ള 15ാമത്തെ ദിവസം വീണ്ടും രക്തം കാണാൻ തുടങ്ങി. ആ കണ്ട രക്തം എന്തു ചെയ്തു? 24 മണിക്കൂറല്ല, ഒരു 3 ദിവസം നീണ്ടു നിന്നു. അത് നിങ്ങൾക്ക് മസാല തിരിയാനാണ് ഇപ്പൊ ഞാൻ 3 ദിവസം ആക്കിയത്. അതിന് 24 മണിക്കൂർ തികഞ്ഞില്ലെങ്കിൽ എന്ത്, അത് നമുക്ക് പിന്നീട് പറയാം. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമോ വീണ്ടും രക്തം കണ്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈ 15ാമത്തെ ദിവസം കാണുന്ന രക്തം ഒരിക്കലും ഹൈളാവാൻ സാധ്യതയില്ല. കാരണം ഹൈളാവണമെങ്കിൽ 15 ദിവസത്തെ ശുദ്ധി കിട്ടണം. അതിവിടെ കിട്ടിയിട്ടില്ല. എന്നാൽ എന്താണ്, എല്ലാം ഇസ്തിഹാലത്താക്കാനും മാർഗമില്ല. കാരണം ഇവിടെ 15 ദിവസത്തിലേക്ക് ഇനി തികയാൻ എത്രയാണ് ബാക്കിയുള്ളത്? 1 ദിവസം. അപ്പൊ ഈ 3 ദിവസത്തിൽ നിന്ന് 1 ദിവസത്തെ രക്തം എന്തായി വെക്കണം? ഇസ്തിഹാലത്തായിട്ട് വെക്കണം. ബാക്കി 2 ദിവസത്തെ രക്തം ഹൈളായിട്ടും വെക്കണം. അപ്പൊ എന്ത് മസാല നമുക്ക് കിട്ടി? ഈ പെണ്ണ് 5 ദിവസം രക്തം കണ്ടിട്ട് കുലിച്ചു ശുദ്ധിയായി നോമ്പ് നോക്കിയെന്ന്. എത്ര നോമ്പ്? 14 നോമ്പ് നോക്കിയെന്ന്, അല്ലെങ്കിൽ 13 നോമ്പ് നോക്കിയെന്ന്. ഈ കോലത്തിൽ ഈ പെണ്ണ് ഈ നോമ്പ് കളാ വീട്ടണ്ട. മനസ്സിലായോ? എന്റെ കാരണം ഇവിടെ നമ്മൾ വീണ്ടും കണ്ട രക്തം 3 ദിവസത്തിൽ നിന്ന് 1 ദിവസത്തെ രക്തം ഇസ്തിഹാലത്തായി വെച്ച് അത് 15 ദിവസം ശുദ്ധി പൂർത്തിയാക്കി 2ാമത്തെ ഹൈലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഇടയിൽ കണ്ട ശുദ്ധി ഹൈലിൽ പെട്ടത് അല്ല. അതെന്താണ്? 2 ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധിയുടെ സമയമായിട്ടാണ് ഈ മസാലയിൽ വന്നത്. അപ്പൊ അവരാ നോമ്പ് കളാ എന്തെങ്കിലും. ഇനി അത് 13 ദിവസമാകുമ്പോൾ എന്ത് ചെയ്യണം? 12 ദിവസമാകുമ്പോൾ എന്ത് ചെയ്യണം? 11 ദിവസമാകുമ്പോൾ എന്ത് ചെയ്യണം? അല്ല 10 ദിവസത്തിൽ താഴെയാകുമ്പോൾ എന്ത് ചെയ്യണം? അത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഒരു മസ്തരങ്ങൾക്കെല്ലാം തഹ്ഖീഖായല്ലോ. ഇനി എന്റെ സ്ത്രീകൾ ഇതുമെന്ന് ഇങ്ങനെ ഗതിക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. അപ്പൊ ഒരു രക്തം കണ്ട് ഒരു ഹൈള് കഴിഞ്ഞ് അടുത്ത രക്തം കാണുന്നതിന്റെ ഇടയിൽ 15 ദിവസത്തെ ക്യാപ്പ് പൂർണ്ണമായും കിട്ടിയോ? ചിന്തിക്കാലിയ 2ാമത് കണ്ടത് ഹൈള് തന്നെയാണ്. ഒരു ഹൈള് രക്തം നിന്ന് കൊലിച്ച് ശുദ്ധിയായി 2ാമത്തെ രക്തം കണ്ടതിന്റെ ഇടയിൽ 15 ദിവസം പൂർണ്ണമായും രക്തം കാണാത്ത ദിവസം വന്നാൽ അടുത്തത് കണ്ടത് 16ാമത്തെ ദിവസം കണ്ടത് അത് ഹൈളാണ്. പിന്നെ അതിൽ നമുക്ക് സംശയമൊന്നുമില്ല, അത് ഹൈലായിട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോഴും ഈ ഇടയിൽ കണ്ട 15 ദിവസം നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കളാ വീട്ടണ്ട, കാരണം ശുദ്ധിയുടെ സമയമാണ്. ഇനി ആദ്യം ഒരു ഹൈള രക്തം കണ്ടു നിന്നു കൊലിച്ചു ശുദ്ധിയായി, അതിന് 5 ദിവസം ഒന്നും വേണ്ടട്ടോ. 5 ദിവസം ഒരു ഉദാഹരണം പറയാണ്, സാധാരണ സ്ത്രീകളുടെ അവസ്ഥ കണ്ടു പറയാണ്. ചിലപ്പോൾ 3 ദിവസമാവാം, ആദ്യം കണ്ട രക്തത്തിന്റെ ദിവസം 3 ദിവസമാവാം, അല്ലെങ്കിൽ 2 ദിവസമാവാം, അല്ലെങ്കിൽ 24 മണിക്കൂറാവാം, അങ്ങനെയൊക്കെ വരാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ മസല മനസ്സിലായിക്കോളി. ഒരു ഹൈളു രക്തം ഉണ്ടായി കുലിച്ചു ശുദ്ധിയായി, പിന്നീട് 14 ദിവസം രക്തം കണ്ടില്ല, വീണ്ടും 3 ദിവസം രക്തം കാണുന്ന കോലത്തിൽ അവർ സ്ത്രീകൾ എങ്ങനെയാണ് മസ്തല വെക്കേണ്ടത്? ആ 3 ദിവസത്തിൽ നിന്ന് 1 ദിവസം 15 ദിവസത്തെ അകല്ലു തുഹർ, ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ദിവസം പൂർത്തിയാക്കാൻ 1 ദിവസം അത് ഇസ്തിഹാലത്തിന്റെ രക്തമാക്കി മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ള 2 ദിവസം ഹൈളായിട്ടും വെക്കുക. അപ്പൊ ഈ ഇസ്തിഹാലത്തിന്റെ ദിവസം ഈ പെണ്ണെന്തു ചെയ്യണം? അപ്പൊ ഇനി സഹോദരിമാർ ഒരു പോയിന്റ് കൂടി അവർ ശ്രദ്ധിക്കണം. ഇങ്ങനെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും രക്തം കാണാൻ തുടങ്ങിയതെങ്കിൽ അവരെ നിസ്കാരങ്ങളൊന്നും ഉപേക്ഷിക്കരുത്. കാരണം ഈ കാണാൻ പോകുന്നത് എന്താണ്? ഇസ്തിഹാലത്താണ്. അപ്പോൾ ഇസ്തിഹാലത്തുകാരി ചെയ്യേണ്ട രൂപത്തിലുള്ള ഇബാദത്തും കാര്യങ്ങളിലേക്കും പ്രവേശിക്കുക 1 ദിവസം. ബാക്കി ആ 1 ദിവസം കഴിഞ്ഞു. അപ്പൊ 15 ദിവസം ഇവിടെ പൂർത്തിയായി. ഇനി കാണുന്ന രക്തം ഹൈള രക്തമാണ്. അത് 24 മണിക്കൂർ തികയുകയും ചെയ്താൽ അത് 2ാമത്തെ ഹൈളായിട്ടും വെക്കും. ഇനി ഇതിൽ എണ്ണം ചുരുങ്ങാം. ഇനി എണ്ണം മേപ്പത്ത് പോയാൽ നമുക്ക് പ്രശ്നമില്ല. 14 ദിവസത്തെ ക്യാപ്പ് കിട്ടി, 15 ദിവസത്തെ ക്യാപ്പ് കിട്ടി, 17 ദിവസത്തെ ക്യാപ്പ് കിട്ടി, അവിടൊന്നും ഇപ്പൊ നമുക്ക് പ്രശ്നമില്ല, ഒക്കെ ഹൈലായിട്ടാണല്ലോ വരിക. ഇനി 14 നിന്ന് 13 ചുരുങ്ങിയാലും ഇങ്ങനെ തന്നെ ചെയ്യണം.
14 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയില്ല. പിന്നെ എത്ര ദിവസത്തെ ഗ്യാപ്പാണ് അതിന്റെ ഇടയിൽ കിട്ടിയത്? ആദ്യം ഹൈല രക്തം കണ്ട് കുലിച്ച് ശുദ്ധിയായതിന്റെയും രണ്ടാമത് കണ്ട ഹൈല രക്തത്തിന്റെയും ഇടയിൽ രക്തത്തിന്റെയും ഇടയിൽ 13 ദിവസത്തെ ഗ്യാപ്പാ കിട്ടിയത്. അപ്പൊ 15 ദിവസം തികയാൻ എത്ര ദിവസത്തെ കമ്മിണ്ട്? ഞാൻ പറയും, ശ്രദ്ധിക്കണമെന്ന് അറിയാനാണ്. 13 ദിവസം കണ്ട് 15 ദിവസം തികയാൻ 2 ദിവസം നിങ്ങൾക്ക് അറിയാനിട്ടല്ല, ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഈ രണ്ടാമത് കണ്ട രക്തത്തിൽ നിന്ന് 2 ദിവസം എന്തായിട്ട് വെക്കണം? ഹൈലായിട്ട് അല്ല ഇസ്തിഹാലത്താന്ന് വെക്കണം. അപ്പോഴേ 15 ദിവസം പൂർത്തിയാവുള്ളൂ. ബാക്കിയുള്ളത് ഹൈലാണെന്നും വെക്കണം. 24 മണിക്കൂർ തികഞ്ഞിക്കണമെങ്കിൽ ഈ 2 ദിവസം ഇതിലേക്ക് കൂട്ടിയിട്ട് ബാക്കി കണ്ട രക്തം 24 മണിക്കൂർ തികഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ഹൈലായിട്ട് പരിഗണിക്കണം. ഇനി കണ്ടത് 12 ദിവസമാണ്. ആദ്യം ഒരു ഹൈല രക്തം ഉണ്ടായി, കുലിച്ച് ശുദ്ധിയായി. പക്ഷെ 12 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തം കാണാൻ തുടങ്ങി. ഒരു 5 ദിവസം, ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഇത് തിരിയാൻ വേണ്ടിയിട്ടാണ്. 5 ദിവസം. അപ്പൊ ഇവിടെ 12 നിന്ന് 15 പൂർത്തിയാവാൻ ബാക്കി എത്ര ദിവസം കഴിയണം? 3 ദിവസം കൂട്ടണം. അപ്പൊ ഈ രണ്ടാമത് കണ്ട 5 ദിവസത്തെ രക്തത്തിൽ നിന്ന് 3 ദിവസം എന്തായിട്ട് വെക്കണം? ഇസ്തിഹാലത്തായിട്ട് വെക്കണം. ബാക്കിയുള്ളത് 24 മണിക്കൂർ തികഞ്ഞുവെങ്കിൽ ഹൈലായിട്ടും വെക്കണം. ഇനി 11 ആകുമ്പോ 10 ആകുമ്പോ 7 8 ആവാം. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഇത് തന്നെ ഇപ്പഞ്ഞ് എഴുതി വെക്കേണ്ടോലൊക്കെ ഇതേമാതിരി എഴുതി വെക്കുക. റെക്കോർഡില്ലാത്തവരും മനസ്സിലാവുന്ന റേഡിയോ ശ്രോതാക്കളാവുന്ന പല സഹോദരിമാരുമുണ്ട്. ഇത് നിങ്ങൾ എഴുതി വെക്കുക. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഒരു 1 or 2 ദിവസത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അപ്പൊ ഈ കോലത്തിലൊക്കെ നമ്മൾ എന്തും മനസ്സിലാക്കണം. ഇതൊക്കെ ഈ രക്തം ഇങ്ങനെ നമ്മൾ മസ്അല വരുമ്പോ ഈ രക്തം കാണാത്ത ദിവസങ്ങളൊക്കെ ശുദ്ധിയുടെ ദിവസമായിട്ടാണ് വരുന്നത്. അപ്പൊ ആ ദിവസങ്ങൾ നോമ്പ് നോച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കളാ വീട്ടെന്താന്ന് വരും. അപ്പൊ ആകത്തുക മിഞ്ഞാനെടുത്ത ക്ലാസ്സും ഇന്നെടുത്ത ക്ലാസ്സിന്റെ ആകത്തുക 2 രക്തം. അതിന്റെ ഇടയിൽ കാണുന്ന സമയം എന്താണ്? ആ 2 രക്തവും ഹൈലാവുന്ന സാഹചര്യത്തിൽ അതിന്റെ ഇടയിൽ കാണുന്ന സമയം ഹൈലിന്റെ സമയമായിട്ട് പരിഗണിക്കും. അപ്പൊ അതിന്റെ നോമ്പ് സഹിയായിട്ടില്ല, ആ നോമ്പ് കളാ വീട്ടണം. ഇനി അതുപോലെ തന്നെ 2 രക്തം, ആ 2 രക്തവും പ്രസവ രക്തമാവുന്ന സാഹചര്യത്തിൽ ആ 2 രക്തത്തിന്റെ ഇടയിൽ രക്തം കാണാത്ത ദിവസം നിഫാസിന്റെ രക്തമായിട്ട് സമയമായി പരിഗണിക്കും. അപ്പൊ അതിൽ നോമ്പും കളാ വീട്ടേണ്ടി വരും. അതുകൊണ്ട് ഒരു പെണ്ണ് പ്രസവിച്ചു 60 ദിവസത്തിന്റെ ഉള്ളിൽ, 60 ദിവസം കഴിഞ്ഞിട്ടല്ലേ, 60 ദിവസത്തിന്റെ ഉള്ളിൽ ഇടക്കും തലക്കും കാണുന്ന രക്തം അതിന്റെ ഇടയിൽ 15 ദിവസത്തെ കേപ്പ് വരാതിരിക്കുമ്പോൾ എല്ലാം നിഫാസായി പരിഗണിക്കും. പക്ഷെ ഇടയിൽ 60 ദിവസത്തിന്റെ ഉള്ളിലായി പ്രസവിച്ഛേദം മുതൽ 60 ദിവസത്തിന്റെ ഉള്ളിലായി ഇടവിട്ട് കാണുന്ന രക്തത്തിന്റെ ഇടയിൽ പൂർണ്ണമായും 15 ദിവസത്തെ കേപ്പ് വന്നാൽ രണ്ടാമത് കണ്ടത് നിഫാസ് അല്ല, അത് ഹൈലായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ഇങ്ങനെ വരുന്ന കോലത്തിൽ എന്ത് വേണ്ട? ആദ്യം കണ്ട രക്തം നിഫാസും രണ്ടാമത് കണ്ട രക്തം ഹൈലും. ശ്രദ്ധിക്കണേ, ഒരു പോയിന്റ് അവിടെ ഉണ്ട്. ആദ്യം കണ്ട രക്തം നിഫാസും രണ്ടാമത് പിന്നെ കാണുന്ന രക്തം ഹൈലുമാകുന്ന കോലത്തിൽ അതിന്റെ ഇടയിൽ കാണുന്ന രക്തം കാണാത്ത സമയം ശുദ്ധിയുടെ സമയമായിട്ടാണ് വരിക. അപ്പൊ അതിലൊരു പെണ്ണ് നോമ്പ് നോച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കളാ വീട്ടണ്ട എന്ന് വരും. ഇനിയും മനസ്സിലാവാത്തവര് ഇഷ്കാലികളൊക്കെ ഉണ്ടെങ്കിൽ മലയാളത്തിൽ PM-ലൂടെയോ അല്ലെങ്കിൽ അഡ്മിനിമാർക്ക് ബന്ധപ്പെട്ട് ഇഷ്കാലുകൾ തീർക്കേണ്ടതാകുന്നു. പൂർണ്ണമായും സ്ത്രീകൾക്ക് ഇടവിട്ട് കാണുന്ന രക്തം ഏതൊക്കെ ഹൈലാവും ഏതൊക്കെ ഇസ്തിഹാലത്താവും എപ്പോഴൊക്കെ നോമ്പ് കളാ വീട്ടണ്ടാനൊക്കെയും ബാക്കി ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണെന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് കേട്ട ഒരാൾ ചോദിച്ചത്, ഉസ്താദെ ഇങ്ങനെ ഇപ്പൊ ഇടയിൽ കാണുന്ന രക്തം കാണാത്ത ദിവസം നോമ്പ് കളാ വീട്ടേണ്ടാത്തത് ഏത്, വീട്ടേണ്ടത് ഏത്? അത് മനസ്സിലായി, അൽഹംദുലില്ലാഹ് ഉസ്താദിന് ആഫിയത്തുൽ ആയുസ് നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് 1-2 ആൾക്കാർ ദുആ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു. അപ്പൊ ഒരു പെണ്ണ് എന്ത് ചെയ്തു? ഹൈല് രക്തം അല്ലെങ്കിൽ പ്രസവ രക്തം അത് നിന്നു എന്ന് കരുതിയിട്ട് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. അത് ഹജ്ജിന്റെ വിധിയാണെങ്കിലും ഈ പറയാൻ പോകുന്ന വിധി തന്നെയാണ്. പക്ഷെ ചോദ്യകർത്താവ് ചോദിച്ചത് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു.
പക്ഷെ വീണ്ടും രക്തം കണ്ടാൽ ഈ ഇഹ്റാമിന്റെ നിയമം എന്താണ്? നോമ്പിന്റെ വിധി മനസ്സിലായി. അങ്ങനെ ഒരു ഇഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി എൻ്റെ മുമ്പേ ക്ലാസ് റൂമിലുള്ളവർക്ക് ഇഷ്കാലില്ല. കാരണം നമ്മൾ മുമ്പത്തെ ഹജ്ജിന്റെ ഉംറയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ മെൻസസ് പീരിയഡ് ഉള്ള സമയത്ത് ഇഹ്റാം ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പുതിയ ശ്രോതാവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വിശാലമായി ക്ലാസ്സിൽ പറയാം. ഇനി അത് ആരെങ്കിലും കേൾക്കാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയവർക്കും കൂടി ഉപകരിക്കാൻ നിൽക്കാൻ ഇത് ഞാൻ ആവർത്തിക്കുന്നത്. മുമ്പ് കേട്ട് മനസ്സിലാക്കിയവർ കേൾക്കാത്തവർക്ക് വേണ്ടി സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. ആ ഒരു ഇഷ്കാലിന് പ്രസക്തിയില്ല. അത് രക്തം നിന്നു എന്ന് കുളിച്ച് ശുദ്ധിയായി മുമ്പൊക്കെ ഇഹ്റാം ചെയ്തു, വീണ്ടും രക്തം കണ്ടു എന്ന ഒരു ഇഷ്കാലിന് ഫിഖിന്റെ വീക്ഷണത്തിൽ ഒരു പ്രസക്തി ഇല്ല. കാരണം ഹൈള് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, പ്രസവരക്തം ഇങ്ങനെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇഹ്റാം ചെയ്യാം. ഹജ്ജിന് ഇഹ്റാം ചെയ്യാം, ഉംറക്ക് ഇഹ്റാം ചെയ്യാം. ഈ ഇഹ്റാമിനൊരു കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിന്റെ സംശയം എന്താണെന്നറിയോ? രക്തം നിന്നു എന്ന നിലക്ക് കുളിച്ച് ശുദ്ധിയായി ഉംറക്ക് ഇഹ്റാം ചെയ്തു, പക്ഷേ ഇഹ്റാമിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുന്നതിന് മുമ്പ് വീണ്ടും രക്തം കണ്ടാൽ ഈ ഇഹ്റാമിന് മാറ്റി ചെയ്യണോന്നാണ്. ഇല്ല, ചെയ്യണ്ട. ആ കുളിച്ച് ശുദ്ധിയായതിന്റെ ശേഷം ബാക്കിയുള്ള അമലുകൾ ചെയ്താൽ മതി. ആ സംശയം തീരാൻ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. കുളിച്ച് ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ, അതായത് ഹൈള് രക്തം ഇങ്ങനെ പുറപ്പെടുന്ന പെണ്ണാണ്, അല്ലെങ്കിൽ പ്രസവരക്തം ഇങ്ങനെ പുറപ്പെടുന്ന പെണ്ണാണ്, ആ പെണ്ണിനു തന്നെ ഇഹ്റാം ചെയ്യാം. അതാണ് മസ്അല. ഞാൻ വേണമെങ്കിൽ ഒരു തെളിവും പറയാം. തെളിവിലേക്ക് കടക്കുമ്പോൾ സമയം വഴുകും എന്നതിന്റെ പേരിലാണ് ഫിഖ്ഹിയായ മസ്അലകൾ പറയുമ്പോൾ തെളിവിലേക്ക് പ്രവേശിക്കാത്തത്. ഏതായാലും ഈ ഒരു സംശയം തീരാനും സ്ത്രീകൾ വളരെ അറിയേണ്ട ഒരു പോയിന്റ് മനസ്സിലാക്കാൻ ഈ വിഷയത്തിന്റെ തെളിവ് പറയാം. ഞാൻ തെളിവ് പറയലല്ല എൻ്റെ മെയിൻ ലക്ഷ്യം. എൻ്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരിമാര് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കൂടി ഞാൻ ഈ പറയുന്ന തെളിവിലുണ്ട്. അതെന്താ? മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു, അല്ല ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്ക് അങ്ങേ അറ്റം ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ്. ഈ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ആരാണ്? അസ്മാ ബീവിയാണ്. ഏത് അസ്മാ ബീവി? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാ ബീവി അല്ല. അസ്മാ വാപ്പയുടെ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ കിതാബ് എടുക്കുമ്പോൾ സമയം വൈകും. അതായത് അസ്മാ റളിയല്ലാഹു തആല അൻഹു ആണ് എന്താ അലിഗോത്തക്കൽ അലിക്ക് അസ്മാ ബിന്ത് ഉമൈമിസ്, അങ്ങനെയല്ലല്ലോ, ഒരിട്ട വിളിക്കാനായാലും ഉപകാരം. അത് ഹൂ അല്ല, ഐനാണ്. അത് നമ്മളെ അങ്ങനെ പറയും. ഐനാണ് ആ വാപ്പയുടെ പിതാവിന്റെ പേര്. ഞാൻ പറയാ ഉമൈസാണ്. അസ്മാ ബിന്ത് ഉമൈസ്. ഹാ അല്ല, എന്താണ്? ഹാ ഐനാണ്. ഉമൈസ് ആയിരിക്കും, അമീസ് അല്ല. അമീസിനും വായിക്കാം, ഉമൈസാണ്. അസ്മാ ബിന്ത് ഉമൈസ്. ഉമൈസ് ഇവരാണ് ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ. ജഅഫർ റളിയല്ലാഹു തആല അൻഹു എവിടെ വെച്ച് ഷഹീദാവുകയാണ്? മൂത്തദ്ദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദാവുകയാണ്. അത് വലിയ സംഭവം. റസൂലുള്ള പോയി സമാധാനപ്പെടുത്തിയതും, അങ്ങനെ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ കുളിപ്പിച്ച സംഭവം, സ്വർഗത്തിൽ പാറിപ്പറക്കുന്നത് ഞാൻ കണ്ടു എന്ന് അസ്മാ ബീവിയോട് പറഞ്ഞതും വലിയ സംഭവമാണ്. പക്ഷെ നമ്മുടെ വിഷയം അവരൊന്നുമല്ല. ഈ അസ്മാ റളിയല്ലാഹു തആല അൻഹ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിനു ശേഷം അസ്മാ ബീവിയെ കല്യാണം കഴിക്കുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹു മൂത്തദ്ദ് യുദ്ധത്തിൽ ഷഹീദായി മരിച്ചതിനു ശേഷം അസ്മാ ബിന്ത് ഉമൈസിനെ കല്യാണം കഴിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അസ്മാ ബീവിക്ക് ഗർഭം ധരിച്ചു. ഏകദേശം അസ്മാ ബീവി പ്രസവിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോഴാണ് റസൂലുള്ള ഹജ്ജിന് പുറപ്പെടുന്നത്. ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജ്.
അങ്ങനെ എല്ലാവരും വലിയ താല്പര്യത്തിലാണ് റസൂലുള്ളാഹിന്റെ ഒപ്പം ഹജ്ജിന് പോകണം. കാരണം വല്ലാത്ത മഹത്താണ്. കാരണം എല്ലാം കണ്ടു പഠിക്കാം. ഇനി എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കി ഒരു ഹജ്ജ് ചെയ്യാമെന്ന നിലക്ക് എല്ലാവരും വളരെ ആവേശത്തിലാണ് റസൂലുള്ളാഹിനോട് കൂടെ ഹജ്ജിന് പോവാൻ. പക്ഷെ അസ്മാ ബീവിയും ചിന്തിച്ചു ഹജ്ജിന് പോവാൻ. ഒക്കിന്റെ സഹോദരിമാരൊന്ന് ചിന്തിക്കണം. അവിടെ 10 മാസം എന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ട ഡേറ്റ് അടുക്കുന്ന ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ശാരീരികമായ അവസ്ഥ എന്തായിരിക്കും? എത്ര വിഷമം ഉണ്ടാവും. പക്ഷെ ആ വിഷമങ്ങളൊക്കെ സഹിച്ച് റസൂലുള്ളാഹിനോട് കൂടെ ഒരു അമല് ചെയ്യുക എന്നുള്ള താല്പര്യമാണ് മഹദിയായ അസ്മാ ബിൻത് ഉമൈസിന് ഉണ്ടായത് റളിയല്ലാഹു തആല അൻഹ. അപ്പൊ എന്റെ സഹോദരിമാർ ഇവിടെ ശ്രദ്ധിക്കണം. പല സഹോദരിമാരും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥത വരുമ്പോഴേക്ക് എന്തെല്ലാം നല്ല അമലുകൾ മുടക്കാറുണ്ട്. കൂട്ടത്തിലൊന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു രസം കിട്ടാം. നിങ്ങളിപ്പോ ഒന്ന് മുണ്ടാതെ പോയിക്കാൻ മനസ്സിന് ബജ്ജാതെ നേരത്തെ അപ്പൊ നിങ്ങൾക്കൊക്കെ നോക്കിങ്ങൾ അത് പറയരുത്. ആയിക്കോട്ടെ, എനിക്ക് വിഷമാണ്, എനിക്ക് സുഖമില്ല, എന്റെ ഭർത്താവിനെ എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാന്നുള്ളത് അത് എന്റെ ഏറ്റവും വലിയൊരു അമലാണ്. ഭാര്യ എന്ന നിലക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു അമലാണ് ഒരു ഭർത്താവിനെ സന്തോഷിക്കുക. എനിക്ക് ഇനി എന്ത് തലവേദന ആയാലും വേണ്ടില്ല, എന്ത് പ്രശ്നമായാലും വേണ്ടില്ല, എന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. ഈ ഒരു ഞാൻ ഒരു തെളിവ് മാത്രം പറയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ഒരു അമല് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ ചിലപ്പം ശാരീരികമായി പല അസ്വസ്ഥതകളും സംഭവിച്ചേക്കാം. പക്ഷെ ആ അസ്വസ്ഥതകളൊക്കെയും മറന്ന് ഹൈറായ അമലുകൾ ചെയ്യാനുള്ളൊരു സന്മനസ് വേണം എന്നത് കൂടി അസ്മാ ബിൻത് ഉമൈസിന്റെ ഈ ഹജ്ജിന്റെ യാത്രക്ക് ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കെ പുറപ്പെടുന്നതിലുണ്ട് എന്നുകൂടി ഒരു പോയിന്റ് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഉപകാരം ചെയ്യും. ചിലപ്പം ഭാര്യന്മാരോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ വൈമനസ്യം കാണിക്കുമ്പോ അപ്പ നമ്മൾ ഈ ചരിത്രം പറഞ്ഞു വെക്കുക. ഇത് നോക്കാം, അസ്മാ ബിൻത് ഉമൈസ് സിദ്ദീഖ് അതിന്റെ ഭാര്യ പ്രസവിക്കാൻ അടുത്ത സമയത്ത് ആ പെണ്ണ് എത്ര വിഷമം സഹിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് പോലും ഹബീബിന്റെ ഒപ്പം ഒരു ഹജ്ജ് ചെയ്ത പുണ്യം കരസ്ഥമാക്കാനാണ് ശ്രമിച്ചത്. ഏതോ ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെ മദീനയിൽ നിന്ന് എല്ലാവരും കൂടി ഹജ്ജിന് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടാൽ നമുക്കെല്ലാവർക്കും അറിയാം ദുൽ ഹുലൈഫ അല്ലെ? ദുൽ ഹുലൈഫ എന്ന് പറയുന്ന സ്ഥലം അബിയാർ അലി, ബീർ അലി എന്നൊക്കെയും പല പേരിലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണല്ലോ മദീനയിൽ നിന്ന് വരുന്നവരുടെ മീഖാത്ത്. അവിടെ എത്തി എല്ലാവരും ഇഹ്റാമിന് വേണ്ടി കുളിച്ച് ശുദ്ധിയാവുന്ന സമയ. അപ്പോഴാണ് റസൂലുള്ളാഹിനോട് വന്നിട്ട് വിവരം പറയുന്നത്, നബിയേ അസ്മാ ബിൻത് ഉമൈസ് പ്രസവിച്ചു. നോക്കിങ്ങള്, മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇഹ്റാം ചെയ്ത് ദുൽഹുലൈഫയിൽ എത്തിച്ചുള്ളൂ. ഏകദേശം 6-7 കിലോമീറ്ററാണ് ദുൽഹുലൈഫയും മദീനയും തമ്മിലുള്ളത്. അതിന് 5-6 അറിയില്ല, വളരെ കുറഞ്ഞ ദൂരമുള്ളൂ. പക്ഷെ എല്ലാരും കുലിക്കുന്നതിന്റെ തിരക്കില് ആര് പ്രസവിച്ചു? അസ്മാ ബിൻത് ഉമൈസ് പ്രസവിച്ചു. പക്ഷെ അവിടെ പ്രസവ രക്തം ഇങ്ങനെ പുറപ്പെടുന്ന പെണ്ണിനോട് അസ്മാ ബിൻത് ഉമൈസിനോട് റസൂലുള്ള ഇഹ്റാം ചെയ്യാൻ കൽപ്പിച്ചു. അപ്പൊ പ്രസവ രക്തം പുറപ്പെടുന്നതിനോട് കൂടെ ഹൈളു രക്തം പുറപ്പെടുന്നതിനോട് കൂടെ തന്നെ ഇഹ്റാം ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എന്നിട്ടല്ലപ്പോ എന്ത്, ഹൈളു രക്തം നിന്നതിന്റെ ശേഷം ശുദ്ധിയായി എന്ന് വിചാരിച്ചു ഇഹ്റാം ചെയ്തു, വീണ്ടും രക്തം കണ്ടാൽ പിന്നെ ഈ ഇഹ്റാമിന്റെ വിധി എന്താ, മടക്കി ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് അത് മുമ്പത്തെ ക്ലാസ് കേൾക്കാത്ത ശ്രോതാക്കളിൽ വന്ന ചോദ്യമായിരിക്കും. അതുകൊണ്ട് പ്രസവ രക്തം ഇങ്ങനെ പുറപ്പെടുന്ന സമയത്ത് തന്നെ, ഹൈള രക്തം പുറപ്പെടുന്ന സമയത്ത് തന്നെ ഇഹ്റാം ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ല. ആ ഇഹ്റാം സഹീഹാണെന്ന വിഷയത്തിൽ ഇജ്മാ തെളിവ. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഹ് മുസ്ലിം ഒക്കെ നോക്കിയാൽ കാണാം അതിന്റെ തെളിവ് ഇജ്മാ ആണ്. പിന്നെ ഈ ഹദീസൊക്കെയാണ്. ഒരു പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ തവാഫ് ചെയ്യുമ്പോ ശുദ്ധി വേണോ വേണ്ടേ, അതിന് ഖിലാഫുള്ള മസലയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം ശുദ്ധി വേണം. ഷാഫി മദ്ഹബ് പ്രകാരം ഹജ്ജായാലും ഉംറയായാലും
ഹൈറുകാരിയായ സ്ത്രീകൾ, പ്രസവരക്തം പുറപ്പെടുന്ന സഹോദരിമാർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം രണ്ടെണ്ണം, സുന്നത്തും ഫറളുമായിട്ടാകെ 2 കാര്യം. ഒന്ന് തവാഫ്, പിന്നെ തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്. ഇത് ഹജ്ജായാലും ഉംറയാണെങ്കിലും ശുദ്ധി നിർബന്ധമാണ്. ആ 2 അമല് സുന്നത്തും ഫറളും കൂടി കൂട്ടി ഹജ്ജിന്റെയും ഉംറയുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ 2 കാര്യം ഷാഫി മദ്ഹബ് പ്രകാരം പറ്റാത്തതുള്ളൂ. അപ്പൊ ഇഹ്റാം ചെയ്യുന്നത് കൊണ്ടോ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ അവിടെ വലിയൊരു ചർച്ച മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയും പല ക്ലാസ്സുകളിലും വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഹ്റാം ചെയ്തിട്ട് ഹൈലായ പിന്നെ എന്ത് ചെയ്യണമെന്ന്, അതിപ്പോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധം ഇല്ലാത്തത് കൊണ്ടും സമയക്കുറവ് കാരണവും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതുവരെ നമ്മൾ എടുത്ത ക്ലാസിന്റെ ആകത്തുക, ഇടയിൽ കാണുന്ന ശുദ്ധീത സമയത്ത് നോറ്റ നോമ്പ് അത് ഖളാ വീട്ടണോ വീട്ടണ്ടേ എന്ന ചർച്ചയാണ്. അത് ഖളാ വീട്ടേണ്ടതായി വരുന്നത് ഇടയിൽ കാണുന്ന ശുദ്ധി ഹൈലിൽപ്പെട്ടതായി വരുന്ന സന്ദർഭം, അപ്പൊ അത് 2ാമത് ഖളാ വീട്ടണം. അല്ലെങ്കിൽ നിഫാസിന്റെ സമയമായി വരുന്ന കോലത്തിൽ അത് 2ാമത് ഖളാ വീട്ടണം. എപ്പോഴാണ് 2ാമത് കാണുന്നത് നിഫാസാകുക, എപ്പോഴാണ് ആവാതിരിക്കുക, അത് ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടി, ഇടയിൽ 60 ദിവസത്തിന്റെ ഇടയിൽ ഇടവിട്ട് കാണുന്ന രക്തം 2ാമത് 15 ദിവസത്തിനു ശേഷമാണെങ്കിൽ ഹൈല്. അപ്പൊ ഇടയിൽ കണ്ടത് യഥാർത്ഥ ശുദ്ധി, നോച്ച നോമ്പ് ഖളാ വീട്ടണ്ട. 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് വീണ്ടും കണ്ടാൽ 2ാമത് കണ്ടതും നിഫാസ്. അപ്പൊ ഇടയിൽ കണ്ടത് നിഫാസിന്റെ സമയം, അതിന്റെ ഇടയിൽ നോച്ച നോമ്പ് ഖളാ വീട്ടണം. അതുപോലെ തന്നെ ഹൈലും. ഹൈലിന്റെ അവരെ 4-5 ദിവസം, 4-5 ദിവസം എന്ന് മാത്രമില്ല, ഒരു ഹൈല രക്തം ഉണ്ടായി കുലിച്ച് ശുദ്ധിയായി 15 ദിവസം പൂർത്തിയാവുന്നതിന് മുമ്പ് വീണ്ടും രക്തം കണ്ടു, അത് 14 ദിവസം രക്തം കണ്ടില്ല, വീണ്ടും രക്തം കണ്ടാൽ ഉദാഹരണം 3 ദിവസം, അപ്പൊ 15 പൂർത്തിയാവാനുള്ള 1 ദിവസം ഇസ്തിഹാലത്തായിട്ട് വെക്കണം, ബാക്കിയുള്ളത് ഹൈലായിട്ട് വെക്കണം. അപ്പൊ ഈ ഇടയിൽ കണ്ടത് എന്താണ്? നമ്മൾ 1 ദിവസം ഇസ്തിഹാലത്തായി കൂട്ടി 15 ദിവസം ശുദ്ധിയുടെ സമയമായിട്ടാണ് പരിഗണിച്ചത്. അപ്പൊ അത് യഥാർത്ഥ ശുദ്ധിയാണ്. അങ്ങനെ നോക്കുന്ന നോമ്പ് പിന്നീട് ഖളാ വീട്ടണ്ട. ഇനി 13 ദിവസം കേപ്പിട്ട് കാണുമ്പോൾ, 12 ദിവസം കേപ്പിട്ട് കാണുമ്പോൾ, 11 ദിവസം കേപ്പിട്ട് കാണുമ്പോൾ, 10 ദിവസം കേപ്പിട്ട് കാണുമ്പോൾ, 10നേക്കാൾ താഴെ ദിവസം കേപ്പിട്ട് 2ാമത് രക്തം കാണുമ്പോൾ അവർ ആ പെണ്ണ് എന്തു ചെയ്യണം? അൽഹംദുലില്ലാ, ഞാൻ ഒരു സന്തോഷം പറയുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന ഏതെങ്കിലും ഉസ്താദന്മാരേക്കും ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഇത് റെക്കോർഡായിട്ട് ആരെങ്കിലൊക്കെ കേൾക്കുമ്പോൾ പരമാവധി നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് പറയുന്നത്. ഫിഖ്ഹിന്റെ മസ്അലകളാണ്. ചിലപ്പം നമ്മൾ കുറെ കിതാബ് നോക്കി ചിലപ്പോൾ അതിനേക്കാൾ മുഴത്തമ്മലക്കും വരാൻ സാധ്യത ഉണ്ട്, ഇല്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പറഞ്ഞതിൽ വല്ല അപാകതയും നമുക്ക് അങ്ങനെയല്ല, അവരെങ്ങനെ ഒരു ഇബാദത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെയും പറയുന്ന ഉസ്താദന്മാര് എന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചാൽ അത് ഉണർത്തണം. നമുക്കത് ഒരു അബദ്ധം വരുന്നുണ്ടെങ്കിൽ ശ്രോതാക്കളോട് അത് 2ാമത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു പറയുന്നത് ഉപകാരമുള്ളത് പറയാനും നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും ആവശ്യമുള്ള വിഷയമാണ്. സഹോദരന്മാരെ, വളരെ വ്യക്തമായി ഞാൻ മുമ്പൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മളിത് ആണുങ്ങളാന്ന് വിചാരിച്ച് നമ്മൾ തല്ലിക്കളയണ്ടട്ടോ. നമ്മുടെ ഭാര്യക്കൊരു പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കും വരുമ്പോൾ നിങ്ങളോട് പറയാണ്, ഇതാ ഞാൻ 4 ദിവസം രക്തം കണ്ടിട്ട് കുലിച്ച് ശുദ്ധിയായി 14 ദിവസം ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 13 ദിവസം ആയിട്ടുള്ളൂ, നിക്കിതാ വീണ്ടും രക്തം കാണുന്നു, ഞാൻ ഇപ്പൊ ഇവിടെ നിസ്കരിക്കാ വാണ്ട്, എന്താ വാണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ലാന്ന് പറയാൻ ഒരു ഭർത്താവിന് അവകാശമില്ല. ആ ഭർത്താവിന് മസ്അല അറിയുമെങ്കിൽ നേരിട്ടത് പറഞ്ഞു കൊടുക്കണം. അറിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരാം എന്ന് പറയൽ ഒരു ഭർത്താവായ പുരുഷന്റെ നിർബന്ധ ബാധ്യതയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് നമ്മുടെ ഭാര്യക്കും ബന്ധപ്പെട്ടവർക്കൊക്കെയും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാനിതൊക്കെയും പറയുന്നത്. ഞാൻ എൻ്റെ യൂസുഫ് വലമ്പൂരിനോട് പറയാണ്, ഒരു കിട്ടിയത് ഇപ്പൊ മൂപ്പര മകള്
നാളെ മറ്റന്നാളാണ് പ്രസവത്തിന്റെ ഡേറ്റ്. അള്ളാഹു നല്ല റാഹത്തായി പ്രസവിപ്പിക്കുമാറാവട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഒരു ഉദാഹരണം പറയാ. അങ്ങനെ നമ്മുടെ മോല് പ്രസവിച്ചു. ചിലപ്പോൾ നമ്മുടെ മക്കളൊന്നും എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കോന്നില്ലല്ലേ. അപ്പൊ നമ്മൾ ഈ മസാലകളൊക്കെ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഭാര്യയോട് ചോദിക്കുക, ഇത് മോളോടൊന്ന് ചോദിച്ചോക്കാം, ഒരിക്കിപ്പോ പ്രസവ രക്തപ്പോ നിന്നോ? എന്നിട്ടോല് എന്താ ചെയ്തത്? അല്ല രണ്ടാമത് കണ്ടോ? ഈ രണ്ടാമത് കണ്ടതിന്റെ ഇടയിൽ ഓല് ഇപ്പൊ അത് അയിലായിട്ടാ നിഫാസായിട്ടാ വെക്കുന്നത്? ഇതൊക്കെ നമുക്കൊരു ചാൻസ് ആണല്ലോ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഏകദേശം അങ്ങനെ മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ മോല് പ്രസവിച്ചു. എന്റെ മക്കൾക്ക് ഈ മസാലകളൊക്കെ ഒന്ന് അറിയോ? അതിനൊരു ചാൻസ് ആണ് നമ്മുടെ ഭാര്യയോട് ചോദിക്കുക, ഇത് മോലോടൊന്ന് ചോദിച്ചു നോക്കാം, ഇടവിട്ട് രക്തം കാണുന്നുണ്ടോ? രണ്ടാമത് കണ്ട രക്തം എപ്പോഴാണ് ഹൈലായിട്ട് വെക്കുന്നത്, എപ്പോഴാണ് നിഫാസായിട്ട് വെക്കുന്നത് എന്നൊക്കെ ഒന്ന് ചോദിക്കാനൊക്കെയുള്ള അവസരങ്ങൾ. ഇപ്പൊ നമ്മളൊരു പ്രസവ സംബന്ധമായ ദുആ കൊണ്ട് കൽപ്പിച്ചത് യൂസുഫ് പോലെ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പോയിന്റ് പറഞ്ഞതാ. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഇതേ രൂപത്തിൽ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ചാൻസുകൾ നമ്മൾ ഉപയോഗിക്കണം. അതെന്താ കാരണം? നമ്മുടെ മക്കൾക്ക് നമ്മളിത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ആ മക്കൾക്ക് പെൺമക്കൾ ഉണ്ടാവുമ്പോൾ ആ നമ്മുടെ പെൺമക്കളാവുന്ന അവരുടെ ഉമ്മമാര് ആ പെൺമക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ സന്താന പരമ്പര നമുക്ക് നമ്മുടെ ആൺമക്കൾക്കുണ്ടാവുന്ന പെൺമക്കൾ ഇപ്പൊ നമ്മളൊരു ഭാര്യ മരുമകൾ പ്രസവിച്ച് കിടക്കുകയാണ്. നമ്മുടെ ആ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണ് ചിലപ്പം ബികോം ഒക്കെ ഉണ്ടാവും. ഇത്തരം മസാലകളൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ ഭാര്യനോട് ചോദിച്ചു, മരുവലോടൊന്ന് ചോദിച്ചു നോക്കാം, അവർക്ക് എങ്ങനെയപ്പോ രക്തം കാണുന്നു, ഇടവിട്ട് കാണുന്നുണ്ടോ, 15 ദിവസത്തെ കേപ്പ് കിട്ടുന്നുണ്ടോ, 15 ദിവസത്തെ കേപ്പ് കിട്ടുന്നില്ല, എന്താ പോലും മനസ്സിലാക്കിയിരിക്കുന്ന അറിയല്ലോ. അങ്ങനെ നമ്മുടെ വളർന്നു വരുന്ന സന്താന പരമ്പരകളിലേക്ക് ഇത്തരം നിർബന്ധമായ മസാലകൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ബാക്കി വിശദീകരണങ്ങളും ഇനിയും എൻ്റെ സ്ത്രീകൾക്ക് ഇടവിട്ട് കാണുന്ന രക്തത്തിൽ നിങ്ങൾക്കൊന്നും ഇല്ലാത്ത സംശയങ്ങൾ ഞാനത് പറയും. അപ്പൊ നിങ്ങൾ പറയും, അല്ലാ ഇതേന്ന് ഉസ്താദ് ആദ്യം പറയേണ്ടത് ഇൻഷാ അല്ലാ. അതുകൊണ്ട് പരമാവധി ക്ലാസുകൾ മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നീ കൂടുതൽ ദുആക്കൊന്നും സമയമില്ല, അർജന്റായി പോവാനുണ്ടായത് കൊണ്ട് തൽക്കാലം ദുആ വസിയ്യത്തോടുകൂടെ മൈക്കവുടുന്നു. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നത് പറയാനും കേൾക്കാനും ആവശ്യമുള്ള സമയത്ത് അത് പ്രാവർത്തികമാക്കാനും ആവശ്യമുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും